എന്തുകൊണ്ടാണ് ഈ എറണാകുളം കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ് എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 1967 ഒരു CPM സ്ഥാനാർത്ഥി ആദ്യമായിട്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് വിശ്വനാഥ മേനോൻ. അദ്ദേഹം 1967 ജയിച്ചതിന് ശേഷം പിന്നെ 1996 വരെ കാത്തിരിക്കേണ്ടി വന്നു ഇടതുമുന്നണിക്കും CPIM-നും ഇവിടെ ഒന്ന് ജയിക്കാൻ. കോൺഗ്രസ് വിട്ടുവന്ന സേവ്യർ അറക്കലാണ് അന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. അറക്കലിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നെ വീണ്ടും 2003 ഹൈബി ഈഡൻ്റെ പിതാവ് ജോർജ് ഈഡൻ്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ വീണ്ടും വിജയിച്ചു. 2004 സെബാസ്റ്റ്യൻ പോളിലൂടെ ഇടതുമുന്നണി വിജയം ആവർത്തിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസ് മാത്രമേ അവിടെ വിജയിച്ചിട്ടുള്ളൂ. ഈ കോൺഗ്രസ് തോൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുമുന്നണി വിജയിക്കുമ്പോഴൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കെ കരുണാകരൻ വാർത്താസമ്മേളനം വിളിച്ച് നിങ്ങൾ ടെലിവിഷൻ നോക്കി വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയുണ്ടായി. അന്ന് ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ചിഹ്നം ടെലിവിഷനായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, ഹൈബി ഈഡൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രധാന കാരണവും ഈ കോൺഗ്രസ് ക്യാമ്പിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നതായിരിക്കും. തീർച്ചയായിട്ടും അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ വേറൊരു ചോദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് എറണാകുളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് എപ്പോഴൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ പാർട്ടി വലിയ പ്രശ്നങ്ങളിലായിരുന്നു. അതായത് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ AK ആന്റണി ഗ്രൂപ്പും അല്ലെങ്കിൽ ആന്റണി ഗ്രൂപ്പും കരുണാകരൻ നേതൃത്വം I ഗ്രൂപ്പും തമ്മിൽ രണ്ട് പാർട്ടിക്കാരെന്നുള്ളതിനപ്പുറത്ത് അതിലും കൂടിയ വൈരവും അതുപോലെ തന്നെ അതിന്റെ പേരിലുള്ള തർക്കവിതർക്കങ്ങളും ഒക്കെ ആയിട്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സെബാസ്റ്റ്യൻ പോൾ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചിഹ്നമായ ടെലിവിഷൻ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് വരെ കെ കരുണാകരൻ പറയണമെങ്കിൽ അന്ന് ആ ഗ്രൂപ്പ് യുദ്ധം ഏത് അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ തോറ്റ സമയത്തൊക്കെ എറണാകുളത്ത് ജനങ്ങളല്ല പാർട്ടിയെ തോൽപ്പിച്ചിരിക്കുന്നത്, കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ തോൽപ്പിച്ച ചരിത്രമാണ് എറണാകുളത്തിന്റെ. അല്ലെങ്കിൽ ആരോ പറഞ്ഞതുപോലെ എറണാകുളത്ത് കോൺഗ്രസ് തോൽക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ വിചാരിക്കണം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്കിലും ഇത് ഇത്തവണത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 2-3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പാർട്ടിക്കകത്ത് അത്തരം പ്രശ്നങ്ങളില്ല. മാത്രമല്ല, നമുക്കറിയാം ഏറ്റവും കൂടിയ അളവിൽ പാർട്ടിക്കകത്ത് ഐക്യവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പാർട്ടിയുടെ പ്രവർത്തനം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതലായിട്ട് അവിടുത്തെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു DCC പ്രസിഡന്റ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിൽ നോക്കിയാലും ഹൈബി ഈഡന് നെഗറ്റീവ് ആകുന്ന ഒരു ഘടകവും പാർട്ടിക്കകത്തോ പുറത്തോ അല്ലെങ്കിൽ ഉപരിതലത്തിൽ മാത്രമല്ല പാർട്ടിയുടെ ഉള്ളിലും ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഘടകങ്ങളൊന്നും ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉള്ളതായിട്ട് ആരും ആരോപിക്കുന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇതില് എറണാകുളത്ത് ഹൈബി ഈഡൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റും വളരെ സ്വീകാര്യനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹം ജോർജ് ഈഡന്റെ മകനാണ്, കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കുന്ന നല്ല MP എന്നുള്ള നിലയിൽ പ്രശ്നങ്ങളുള്ളിടത്തെല്ലാം ഓടിയെത്തി അതെല്ലാം നന്നായി പരിഹരിക്കുന്ന, അതിലെല്ലാം നന്നായി ഇടപെടുന്ന ഒരു വളരെ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു MP എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എറണാകുളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവവും അതിന്റെ ഒരു കോൺഗ്രസ് പാരമ്പര്യവും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒക്കെയാണ് ഇടതുപക്ഷം ജയിക്കുന്നത് അവിടെ. 66-ന് ശേഷം പിന്നെ 2009 വരെ അല്ലെങ്കിൽ അതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വലിയ കാലഘട്ടം, പതിറ്റാണ്ടുകളും അല്ല അതിനപ്പുറത്ത് വ്യാഴവട്ടങ്ങളും കടന്നിട്ടാണ് പലപ്പോഴും വിജയിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് 2000-ന് ശേഷമാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ വിജയം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വിജയമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ആവർത്തിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ കോൺഗ്രസിന് ഉറപ്പിക്കാവുന്ന മണ്ഡലം എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ഇതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള മണ്ഡലമാണ്. ആ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനെ മാറ്റി നിർത്തിയാലും അവിടുത്തെ പഴയ കോൺഗ്രസ്സുകാർ അവരുടെ ഉറപ്പിലാണ് നമ്മളിപ്പോഴും അതൊരു കോൺഗ്രസ് മണ്ഡലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയും ആ രാഷ്ട്രീയം തുടരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതിനിപ്പോ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സൂചന എന്താന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണല്ലോ നമ്മൾ ഈ അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന PT തോമസിന്റെ മരണം മൂലം ഒഴിവന്ന അതിൽ ഉമാ തോമസ് മത്സരിച്ച തൃക്കാക്കര.
ഒരുപക്ഷെ IT പാർക്കൊക്കെ അടക്കം, ഇൻഫോ പാർക്ക് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ആ മണ്ഡലത്തിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ എത്തിപ്പെടാനുള്ള ഒരു സൗകര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ IT പ്രൊഫഷണൽസ് ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് തൃക്കാക്കര. പിന്നെയുള്ളത് തൃപ്പൂണിത്തുറ മേഖലയാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന മറ്റ് പറവൂരോ വൈപ്പിനോ അതുപോലുള്ള കൊച്ചിയോ ഇതുപോലുള്ള മണ്ഡലങ്ങളിലേക്ക്, എറണാകുളം പോലുള്ള മണ്ഡലങ്ങളിലേക്ക് പോയാൽ അത്രത്തോളം ഈ പറഞ്ഞ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്റെ സാന്നിധ്യം ഇല്ല. അപ്പൊ അവർ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഈ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് ഒരു നെഗറ്റീവ് ഇത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്റെ ഭാഗത്തു നിന്നായാലും UDFനെതിരെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടോ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചായ്വ് ഈ ജനവിഭാഗം, ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ പ്രത്യേകിച്ച് IT പീപ്പിൾ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ IT-കാരുടെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവര് വളരെ പ്രൊഫഷണൽസ് ആണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുമോ, എന്തെങ്കിലും ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ഒരു കോമൺ മാൻ, ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പറയുന്ന പോലെ അവരെ പോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശമൊന്നും ഈ പുതിയ ജനറേഷനിലെ പ്രത്യേകിച്ച് IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഈ ന്യൂജൻ കക്ഷികൾക്ക് ഇല്ല. അവര് എല്ലാ സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ പോയി വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അന്ന് ചില്ല് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരെ കൊച്ചാക്കാനോ കളിയാക്കാനോ ഒന്നും പറഞ്ഞതല്ല. അവരുടെ ഒരു മെന്റാലിറ്റി, ഒരു കിട്ടിയ ഒരു അവസരം നോക്കി ഒരു ടൂർ പോവുക, അല്ലെങ്കിൽ ഒന്ന് ഒരു ട്രിപ്പ് പോയി എൻജോയ് ചെയ്യുക എന്നൊക്കെ ഉള്ളതല്ലാതെ അവർക്ക് ഈ പൊളിറ്റിക്സിലൊന്നും അത്ര ആവേശമോ വാശിയോ ഒന്നും ഇല്ല. പൊളിറ്റിക്സ് ഒക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു വീറും വാശിയും പക്ഷം പിടിച്ചുകൊണ്ട് എന്റെ സ്ഥാനാർത്ഥി ജയിക്കണം, ജയിച്ചേ തീരൂ എന്ന ഒരു മാനസികാവസ്ഥയൊന്നും അവർക്കില്ല. അവർ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ യുവത പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിനോട് അത്രമേൽ ആഭിമുഖ്യം കേരളത്തിൽ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ UDFനോട് അത്രമേൽ വിരോധം കാണിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ എറണാകുളത്തിന് യുവതയുടെ സാന്നിധ്യം അത്ര വലിയൊരു നിർണായക ഇഫക്റ്റ് ആയിട്ട്, ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് മാറാനുള്ള സാധ്യത രാജീവ് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. റൈറ്റ്. അവസാനമായിട്ട് പറയുമ്പോൾ ത്രികോണ മത്സരമൊന്നുമില്ല എറണാകുളത്ത്. പതിവ് പോലെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടത്തുന്നു ഇടതുമുന്നണിയും CPM-ഉം. പക്ഷേ കോൺഗ്രസിൻ്റെ ശക്തിയെ മറികടക്കാൻ അത് മതിയാകുമോ എന്നതാണ് ചോദ്യം.